അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അധികാരത്തിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി മുഖ്യമന്ത്രിക്ക് ക്ലാസ് എടുത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ. അധികാരം ജനസേവനത്തിന് എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി പകരം പാർലമെൻറ്റിലും നിയമസഭയിലും അതുപോലെ മന്ത്രിസഭയിലും എത്താനുള്ള അവസരം ആക്കുന്നു. ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം. വ്യക്തിപൂജക്കെതിരെയും MTയിലെ കലാപകാരി കോഴിക്കോട് കലഹിച്ചു. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. MT വാസുദേവൻ നായർ ചൂരലെടുത്തത് എന്തിന്? സംവാദകൻ ശ്രീജിത്ത് പണിക്ക, ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി, ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു, NCP നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ശ്രീ പാണ്ഡ്യാല ഷാജിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, അധികാരമെന്നാൽ ജനസേവനത്തിനുള്ള അവസരം എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി പാർലമെൻറ്റിലും നിയമസഭയിലും അതുപോലെ മന്ത്രിസഭയിലും എത്താൻ മാത്രം ശ്രമിക്കുന്നു. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവം. ആൾക്കൂട്ടത്തെ ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കുകയാണ് പ്രധാനം. അമിതാധികാരത്തെ വിമർശിച്ച് MT വാസുദേവൻ നായർ, അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും MT കോഴിക്കോട് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ച് തന്നെയല്ലേ പറഞ്ഞത്? ഇടത് മുന്നണി ഭരണത്തെക്കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്? അധികാരം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിലുള്ള ആശങ്ക തന്നെയല്ലേ MT രേഖപ്പെടുത്തിയത്? ശ്രീ പാണ്ഡ്യാല ഷാജി. തീർച്ചയായും അതുതന്നെയാണ് മിസ്റ്റർ നമ്പ്യാർ. ഇതിനകത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അടിയന്തരാവസ്ഥ അതിൻ്റെ എല്ലാവിധ അർത്ഥങ്ങളിലുമുള്ള രൗദ്രതാളത്തിൽ അല്ലെങ്കിൽ രുദ്രതാണ്ഡവമാടിയ കാലയളവിൽ പോലും MT എന്ന് പറയുന്ന കേരളത്തിൻ്റെ കഥാകാരൻ, നോവലിസ്റ്റ് ഒരു ഘട്ടത്തിൽ പോലും പരസ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. പാർട്ടി രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം എന്നത് തൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഒരു ഘട്ടത്തിൽ പോലും സ്പർശിക്കാതെ കടന്നു പോകണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കൃത്യമായ അകലം പാലിക്കുകയും എന്നാൽ സമൂഹത്തിൻ്റെ വളരെ സൂക്ഷ്മതലങ്ങളായ സകല പ്രശ്നങ്ങളിലും വളരെ ഭംഗിയായി ഇടപെടാൻ മറ്റു രീതിയിൽ ശ്രമിക്കുകയും ചെയ്ത ഏറെ ബഹുമാന്യനായ വ്യക്തിത്വമാണ് വാസ്തവത്തിൽ ഈ MTയുടേത്. പക്ഷേ ആ MTക്ക് പോലും ഇത്തരമൊരു അഭിപ്രായം തുറന്നു പറയണം, അതും കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എഴുതി തയ്യാറാക്കി വന്നിരിക്കുന്ന ഒരു പ്രബന്ധം വെച്ച് അത് പറയേണ്ടി വന്നത് കേരളം എത്രമാത്രം മലീമസമാക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണത്. ഈ പരസ്യ പ്രഖ്യാപനത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നു വേണം സത്യത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരനായ ഒരാളെ വേദിയിലിരുത്തി അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തി അദ്ദേഹം നന്നാവുമെന്ന് കരുതിയിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഒരിക്കലുമല്ല നാം അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. കാരണം അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വിദൂര സാധ്യതകൾ പോലുമില്ലാത്ത ഒന്നാണ് എന്ന് MTക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളുമാണ്. പക്ഷേ ഇദ്ദേഹം ഈ കാര്യം സംസാരിച്ചത് മുഴുവൻ തന്നെ ഈ ആധുനിക കേരളത്തിലെ ഏറ്റവും വലിയ തിരുവായ്ക്കുരപ്പന്മാരായി മാറിയിട്ടുള്ള CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ
ചൂണ്ടിയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം എന്താണ്? ഇനി നിങ്ങൾ പോലും സംസാരിക്കാതെ മൗനം പാലിച്ച് ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും തുടരുകയാണ് എങ്കിൽ അതിന് വാസ്തവത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശ്മശാന ഭൂമി ഒരുക്കുന്നതിന് തുല്യമായിരിക്കുമെന്നുള്ള അതിരൂക്ഷവും അതിതീവ്രവും നിശിതവുമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ MT ഇതിലൂടെ നൽകിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പിന്നെ മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ഒരാളെ അങ്ങോട്ട് മാറ്റി നിർത്തുക, അദ്ദേഹം നന്നാവില്ലാതെ MTക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളുമാണ്. ഇതിൻ്റെ അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ തിരിച്ചറിയാതെ പോകുന്നതോ തിരിച്ചറിയാൻ നമുക്ക് താല്പര്യപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യം, ഈ നീണ്ട 15 വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും അതിൽ പിന്നീട് വരുന്ന 7 വർഷക്കാലത്തെ ഭരണകാലയളവും, അപ്പോൾ 15, 7, 22 വർഷക്കാലം, അതായത് നമുക്കൊരു 1/4 നൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ റൗണ്ടപ്പ് ചെയ്തിട്ട് അവിടെ വെക്കാം. ഈ റൗണ്ടപ്പ് ചെയ്ത് വെക്കുന്ന ഒരു കാലയളവിനകത്ത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം എന്ന് പറയുന്നത് 2 സംഘടനകൾ കേരളത്തിൽ സമ്പൂർണ്ണമായി ഫാസിസവൽക്കരിക്കപ്പെട്ടു എന്നതാണ്. അതിലേതാണ് ഈ 2 സംഘടനകൾ? ആ 2 സംഘടനകൾ, ഒന്ന് പരമപ്രധാനമായത്, ഒന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഞാൻ വളരെ ഉത്തരവാദിത്വത്തിലാണ് ഈ പറയുന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നത്. അത് ഒന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രണ്ടാമത് ഏതാണെന്ന് പറഞ്ഞാൽ SFI എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ 2 സംഘടനകളാണ് കേരളത്തിനകത്ത് സമ്പൂർണമായ അർത്ഥത്തിൽ ഫാസിസവൽക്കരിക്കപ്പെട്ടത്. ഇത് ഫാസിസവൽക്കരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലെ, മനുഷ്യരുടെ സ്വച്ഛമായ ജീവിതത്തിന്റെ മേലെ, പിന്നെ അവരുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ മേലെ മുഴുവൻ മേഖലയിലും കൈവച്ച് നടു റോട്ടിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളെ തല്ലാനും കൊല്ലാനുമുള്ള പരസ്യ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ പരസ്യമായ എന്താ പറയുക വെല്ലുവിളികൾ ഇത് നടത്തി പോകാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ പുനഃസംഘാടനം ചെയ്ത് ആര് എന്നതാണ് ഇതിൽ പ്രാഥമികമായിരിക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഈ അഭിനവ തിരുവായ്ക്കുരപ്പന്മാരായിരിക്കുന്ന ആളുകൾ. അതിൽ ഏറ്റവും പ്രഥമഗണനീയൻ ആരാണെന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദനാണ്. ഈ MP ഗോവിന്ദനാണ് സത്യത്തിൽ എന്താ അറിയാം, ഇതിന് മുഴുവൻ തന്നെ മറുപടി പറയാൻ ബാധ്യതയുള്ളവരാണ്. കാരണം പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഗവൺമെന്റിനെ നയിക്കേണ്ടത്, പകരം മുഖ്യമന്ത്രിയല്ല പാർട്ടിയെയും ഈ ബഹുജന സംഘടനകളെയും നയിക്കേണ്ടത്. നേരെ തിരിഞ്ഞ ഒരവസ്ഥയിലേക്കുള്ള ഈ പ്രക്രിയ വളർത്തിക്കൊണ്ടുവന്നതോടെ സംഭവം എന്തായിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ പോലും ഇല്ലാതായിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ പിണറായിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഈ പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിങ്ങൾക്ക് ആ പാർട്ടിയോട് ശക്തമായോ അല്ലെങ്കിൽ നേരിയതോ ദുർബലമായതോ ആയ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അധികാരമോ അവകാശമോ നിങ്ങൾക്കുണ്ടോ? ഇല്ല എന്നാണ് അതിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന ഏക ഉത്തരം. അതാണ് ഇത് കേരളത്തിന്റെ മുഴുവൻ മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ്. ഈ മുഴുവൻ മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിച്ചപ്പോൾ എന്തായിത്തീർന്നു? വിയോജിപ്പ് പറയുന്ന ആളുകളെ നടു റോട്ടിൽ വെച്ച് തല്ലുകയും അതോടൊപ്പം തന്നെ അവരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് അത് രക്ഷപ്പെടുത്തൽ മാത്രമാണ് എന്ന് പറയാവുന്ന ആധുനിക ഒരു വ്യാഖ്യാനം നൽകുന്ന ഒരു വളരെ അധമനായ മ്ലേച്ഛനുമായ ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടു വന്നതാണ്. ഇതാണ് വാസ്തവത്തിൽ MT ചൂണ്ടിക്കാണിയിരിക്കുന്ന വിഷയം. ഇവിടെ വാസ്തവത്തിൽ നാം കാണേണ്ടിയിരിക്കുന്ന മറ്റൊരു വിഷയം എന്താണ്? അധികാരം എന്ത് എന്നാണ്. നാം സാധാരണ അത് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു അധികാരത്തിന്റെ ഭാഗമായി തീർന്നു കഴിഞ്ഞാൽ ഈ അധികാരം നിങ്ങളെ ഏത് വിധത്തിലാണ് സ്പർശിക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളെ സ്പർശിച്ചിരിക്കുന്ന അധികാരം നിങ്ങൾ തിരിച്ച് എങ്ങനെയാണ് മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ്. ഈ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഈ കേരളത്തിലെ 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയും അതിൽ പിന്നീട് വന്ന 7 വർഷക്കാലം മുഖ്യമന്ത്രിയുമായിരുന്ന കാലയളവിൽ അധികാരം എന്ന സംഭവത്തോട് അർമാദിപ്പ് കാണിക്കുകയും ഈ അർമാദിപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങളുടെ മുഴുവൻ അവകാശങ്ങളെയും നിർദ്ദയം ലംഘിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ക്രൂരമായ ഒരു രാഷ്ട്രീയ ചുറ്റുപാടിനെ ക്രമീകരിച്ചെടുക്കുന്നതിൽ വളരെ സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി. ഇതിന്റെ ഒരു ദുരന്തം എവിടെയാണെന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിനകത്തെ ഏറ്റവും വലിയ വിപ്ലവകാരികൾ എന്ന് പറയാവുന്ന കവികളുണ്ട്. ഈ കവികളെല്ലാം തന്നെ ആസ്ഥാന നിലയവിദ്വാൻമാരായി മാറി, സാംസ്കാരിക കേരളത്തിന് അപമാനമായി മാറിയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയാണ് ഇത്. അതിൽ ഏറ്റവും പ്രഥമഗണനീയമായിട്ട് വരുന്ന ഒരാളാരാണെന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇങ്ങനെ പറയേണ്ടി വരുന്നു, കവി സച്ചിദാനന്ദൻ, അതുപോലെ തന്നെ നോവലിസ്റ്റ് ആയിരിക്കുന്ന M. മുകുന്ദൻ.
ഇതുപോലുള്ള ആളുകൾ പോലും ഒരക്ഷരം പോലും ഉരിയാടാതെ, ഒരക്ഷരം പോലും എതിർപ്പ് രേഖപ്പെടുത്താതെ ഇതിനെല്ലാം തന്നെ ഓശാന പാടിയപ്പോ ആ ഓശാന പാടിയ സംഭവത്തിനെതിരെ പറയാൻ ആര് വേണ്ടി വന്നു? ഈ വാർദ്ധക്യത്തിന്റെ അവസാന തലത്തിലേക്ക്, ജീവിതത്തിന്റെ സായം നിരത്തിലേക്ക് സമ്പൂർണ്ണമായി കടക്കുന്ന MTകൾ പറയേണ്ടി വന്നു എന്നതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും സാംസ്കാരികവുമായിരിക്കുന്ന നിസ്സഹായ അവസ്ഥ. ഈ നിസ്സഹായ അവസ്ഥയാണ് വാസ്തവത്തിൽ നമ്മൾ എന്താക്കി തീർക്കുന്നത്. നാം എന്തു ചെയ്യണമെന്ന് പറയുന്ന ഒരു ആലോചനയിലേക്ക് കടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഈ പറഞ്ഞിരിക്കുന്ന കവികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും അവർക്കൊന്നും ആർക്കും ഇപ്പോൾ വിപ്ലവങ്ങളില്ല, ഒരാൾക്കും വിപ്ലവങ്ങളില്ല, ഒരാൾക്കും പ്രതിഷേധങ്ങളില്ല, ഒരാൾക്കും സങ്കടങ്ങളില്ല, ഒന്നുമില്ല. കേരളം സമ്പൂർണ്ണമായി എന്താക്കപ്പെടുകയാണ്? പൂർണ്ണമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംസ്ഥാനമായി തീർന്നിരിക്കുന്നു എന്ന വ്യാജ നിർമ്മിതികൾ നടത്തിയിട്ടാണ് ഈ പ്രക്രിയകളെല്ലാം നടത്തുമ്പോൾ സത്യത്തിൽ ഈ വിപ്ലവകാരികളായ കവികൾ എന്തായി തീരുകയാണെന്നറിയോ? വാസ്തവത്തിൽ കേവലം പ്ലവങ്ങൾ മാത്രമായി, മാലിന്യത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലവങ്ങൾ മാത്രമായിട്ടാണ് ഈ കേരളത്തെ, ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാറ്റി നിർത്തത്. ഇതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരെന്നോ അതിന്റെ മുന്നണി പോരാളികളായി പണിയെടുത്തവരെന്നോ ഇരുത്തിയിരിക്കുന്ന ഓരോ വൈസ് ചാൻസലർമാരെയും നിങ്ങൾ എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരാൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഔന്നത്യത്തിലേക്ക് ഉയർന്നു വരാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായിരിക്കുന്ന ബോധത്തിലേക്ക് ഉയരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ക്ലാസിക്കലായിരിക്കുന്ന ഒരു ഉത്തരമായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി വന്നിട്ടുള്ള ഈ ഗോപിനാഥ് രവീന്ദ്രൻ. ഗോപിനാഥ് രവീന്ദ്രൻ അവിടെ നിശ്ചയിക്കുമ്പോൾ ഗവർണറോട് ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കുടിയിരുത്താനുള്ള സംഭവമല്ല യൂണിവേഴ്സിറ്റികൾ എന്ന മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ആ മുന്നറിയിപ്പ് നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചിരിക്കുന്ന ജനാധിപത്യത്തെ മറുപക്ഷത്ത് ഉന്നയിക്കുകയും ആ മറുപക്ഷത്ത് ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി മാന്യമായ പരീക്ഷ പോലും പാസ്സാവാതെ വ്യാജ ബിരുദങ്ങൾ നേടിയിരിക്കുന്ന ആളുകൾ, ഡിഗ്രികൾ മുഴുവൻ കോപ്പി അടിച്ചിട്ട് വഴിയിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായിരിക്കുന്ന എല്ലാ മേഖലകളും സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ എത്തിയത്. ഇങ്ങനെ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ സത്യത്തിൽ എന്താണ് മാറിത്തീർന്നത്? ഈ വിപ്ലവകാരികൾ എന്ന് പറയുന്ന കവികൾ, ഈ വിപ്ലവകാരികളായിട്ടുള്ള കവികൾ വാസ്തവം എന്തായി തീർന്നു? അവർ ഒന്നാന്തരം സ്വയം മാലിന്യങ്ങളായിട്ട് ഇവർ രൂപാന്തരപ്പെടുകയാണ് ചെയ്ത്. സ്വയം മാലിന്യങ്ങളായി രൂപാന്തരപ്പെട്ട കേരളത്തിലെ എന്താ പറയാ ഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നത് നാം ഇവിടുന്ന് ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എവിടെയാണ്? പഞ്ചായത്തുകൾ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് നമ്മൾ ഇത് ആരംഭിക്കണമെന്നാണ്. ആരംഭിക്കേണ്ടത് പഞ്ചായത്തുകളിൽ നിന്നല്ല, മറിച്ച് ഈ സംഭവം ആരംഭിക്കേണ്ടത് പൂർണ്ണമായും ഈ പറയുന്ന മാലിന്യങ്ങൾക്ക് സ്വയം മാലിന്യമായി മാറിയിരിക്കുന്ന ആളുകളെ എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരിൽ ചിന്തയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിരിക്കുന്ന അന്തരീക്ഷം ആർക്ക് നിർമ്മിക്കാൻ കഴിയുമോ ആ നിർമ്മിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉണ്ടായിത്തീരുന്നത്. കേരളത്തിൽ വാസ്തവത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലേക്ക് കടക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ അവബോധം ഉണ്ടാവുന്നത്. ഒറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രാഥമികമായ വാദം ഞാൻ അവസാനിപ്പിക്കും. ഇതിലെ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് ആദ്യമായി നൽകിയിട്ടുണ്ടായിരുന്നത് 1958 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമൃത്സർ പാർട്ടി കോൺഗ്രസ് ആണ്. ആ അമൃത്സർ പാർട്ടി കോൺഗ്രസ് ആണ് ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഹിസ്റ്ററിയിൽ ആദ്യമായി ബഹുകക്ഷി ജനാധിപത്യം വേണമെന്നുള്ള രാഷ്ട്രീയ പ്രമേയവും പരിപാടിയും അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി കോൺഗ്രസ്. 1958 അമൃത്സർ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസിലാണ് ബഹുകക്ഷി ജനാധിപത്യം വിവിധങ്ങളായ പാർട്ടികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എല്ലാ സംവിധാനങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം പറയാനും പ്രസംഗിക്കാനും ഉണ്ടായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് ഈ ബഹുകക്ഷി ജനാധിപത്യം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന സംഭവത്തെ അട്ടിമറിച്ചത് അതാണ് 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന പിളർപ്പ്. ആ പിളർപ്പിൽ മാവോവ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരിക്കുന്ന മാവോവിന്റെ വാക്യമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ഈ 58 അമൃത്സർ പാർട്ടി കോൺഗ്രസിന്റെ പരിപാടിയെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചത്. ഈ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചതോടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതോടൊപ്പം അതിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായി തീർന്നു? സമ്പൂർണ്ണമായി ജനാധിപത്യ വിരുദ്ധതയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധതയുടെ
കേന്ദ്ര ബിന്ദുവാക്കി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സംഘടനത്തിന്റെ അകത്താണ് ഈ കേരളത്തിലെ സ്റ്റാലിനിസ്റ്റ് സ്വഭാവമുള്ള ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ അധികാരത്തിൽ വരികയും അതോടൊപ്പം തന്നെ പാർട്ടി സമ്പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ഈ പിടിച്ചെടുക്കപ്പെട്ടതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിരിക്കുന്ന ദുരന്തമാണ് കേരളം ഇത്രമാത്രം അനാഥവും ഇത്രമാത്രം ശൂന്യവുമായത് എന്ന് മാത്രമല്ല, നാളെ പിറക്കാനിരിക്കുന്നവരെ പോലും ഷണ്ഡീകരിച്ച് അല്ലെങ്കിൽ വന്ധീകരിച്ച് അവർ എന്താക്കി തന്നു, ചിന്തിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന കേരളത്തിന്റെ ശൂന്യതയുണ്ടായ നിസ്സഹായത കണ്ടുകൊണ്ടാണ് MT പറഞ്ഞത്, അധികാരം എന്തല്ല, അധികാരം ആധിപത്യത്തിനുള്ള ഒരു ഉപാധിയായി മാറ്റരുത്, മാറിക്കൂടാ എന്ന് ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടുണ്ടായിരിക്കുന്ന വേദിയിൽ വെച്ച് പറയേണ്ടി വന്നത്. അതിനർത്ഥം മാറേണ്ടത് എവിടെ നിന്നാണ്? CPM-ന്റെ സെക്രട്ടേറിയറ്റുകൾ മെമ്പർമാർ, CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, CPIM-ന്റെ അകത്തെ പാർട്ടി മെമ്പർമാർ, അതിനകത്ത് ഉണ്ടെന്ന് പറയാവുന്ന കവികൾ, മരിക്കാതെ ആരെങ്കിലും ജീവിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് പുറത്തു വന്ന് കലാപം ചെയ്യാനുള്ള സാമാന്യ ബുദ്ധിയുടെ ആഹ്വാനമാണ് സത്യത്തിൽ MT വാസുദേവൻ നായർ ഈ കോഴിക്കോട് നടത്തിയിരിക്കുന്ന പരിപാടിയിലൂടെ നടത്തിയതെന്നാണ് എന്റെ പ്രാഥമികമായിരിക്കുന്ന അഭിപ്രായം. ബാബു, കേരളത്തിൽ തിരുവായ്ക്ക് എതിർവായ് ഇല്ല അല്ലേ? അഥവാ എതിർ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ അതിനെ നിശബ്ദമാക്കുന്ന, നിർവീര്യമാക്കുന്ന ഒരു സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ഇരുത്തി ഇങ്ങനെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കണമെങ്കിൽ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താവും? കൃത്യമായി എഴുതിക്കൊണ്ടുവന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രി വേദി വിടുന്ന സമയത്ത് MTയുടെ പെരുമാറ്റം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആ ദൃശ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. MDയെ ഇങ്ങനെ പറയാൻ, ഈ രീതിയിൽ വിമർശിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്തായിരിക്കും? അനിൽ നമ്പ്യാർ, നമുക്കെല്ലാവർക്കും അറിയാം MT വാസുദേവൻ നായർ എന്ന ഒരു കഥാകാരനെ. അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം വളരെ മൃദുഭാഷിയാണ്, സൗമ്യനാണ്, ഒരു വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ സംസാരിക്കുന്ന ആളാണ്, പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ്. നേരത്തെ ഇവിടെ ശ്രീ ഷാജി സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാതെ തൻ്റെ സർഗസൃഷ്ടിയിൽ മുഴുകുന്ന, എന്നാൽ ആ സൃഷ്ടിയിലൂടെ തനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു സ്വഭാവവിശേഷമുള്ള ഒരാളാണ് MT വാസുദേവൻ നായർ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ 2 പ്രസ്താവനകൾ വളരെ പ്രസക്തമാണ്. അതിലൊന്ന് ഇപ്പോൾ അദ്ദേഹം ഇന്ന് നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ, കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച DC ബുക്സ് ആണ്. നമ്മളത് മനസ്സിലാക്കണം. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഇടതുപക്ഷ സഹയാത്രികർ, ഇടതുപക്ഷ സാഹിത്യകാരന്മാർ, പ്രത്യേകിച്ച് ഹൈന്ദവ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, ദേശവിരുദ്ധ ആശയങ്ങൾ പിന്തുടരുന്ന അത്തരത്തിലുള്ള ഒരു ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പൊതുവെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ഒന്നും അവിടെ വിളിച്ച് ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രസംഗിക്കാനോ പരിപാടികൾ അവതരിപ്പിക്കാനോ ഒന്നും ആരും വിളിക്കാറില്ല. നമ്മൾ കുറെ കാലങ്ങളായിട്ട് അത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫെസ്റ്റിവലിൽ MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം, ആ പ്രസംഗം വളരെ 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 പ്രസക്തമാണ്. നമുക്കറിയാം, അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയം അധികാരത്തിലെത്താനുള്ള മാർഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ രാഷ്ട്രീയം അധികാരം കൂടുതൽ സർവാധിപതിയാക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യം പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയം അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൊതുസമൂഹത്തോടുള്ള അധികാരത്തിൽ ഇരിക്കുന്നവരുടെ സമീപനം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പൊതുസമൂഹത്തിന് അറിയാം. പക്ഷെ അത് MTയുടെ വായിലൂടെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ ഇവിടെ അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം വെറുതെ പ്രസംഗിക്കുകയായിരുന്നില്ല, തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് എഴുതി കൊണ്ടുവന്ന് പ്രസംഗിക്കുകയായിരുന്നു MT ചെയ്തത്. അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ നടത്തിയത് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരി അത് എത്ര തെറ്റായ ദിശയിൽ ആണ് സഞ്ചരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയലായിരുന്നു. ഒരു അധികാരം എത്ര കണ്ട് സമഗ്രാധിപത്യത്തിലേക്ക് കടക്കുന്നു എന്നതിനെ കുറിച്ച് MT സൂചിപ്പിച്ചു. സമഗ്രാധിപത്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ
ഫാസിസത്തിന്റെ സമഗ്രാധിപത്യത്തിന്റെ ലക്ഷണമൊത്ത ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആ പ്രസംഗമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ഇപ്പോ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് വെച്ചാൽ പിണറായി വിജയന്റെ പെരുമാറ്റം ഈ കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലയളവ് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഒരു ഡിക്റ്റേറ്റർ പെരുമാറുന്നത്, എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഒരു അസഹിഷ്ണുവായിട്ടുള്ള ഭരണാധികാരി, സമഗ്രാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി അധികാരം മുഴുവൻ കൈപ്പിടിയിലാക്കിക്കൊണ്ട് മറുപക്ഷത്തെ, എതിർപക്ഷത്തെ, എന്തിന് സഹയാത്രികരായിട്ടുള്ള ആളുകളോട് പോലും എത്ര ധാർഷ്ട്യത്തോടെയാണ് പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പിണറായി വിജയൻ. അപ്പൊ പിണറായി വിജയൻ ഇപ്പോൾ പത്രക്കാരോട് അദ്ദേഹം പെരുമാറിയത് എങ്ങനെയാണ് എന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. പത്ര സമൂഹത്തോട്, പത്രക്കാരോട് എത്ര ധാർഷ്ട്യപൂർവമായിട്ടാണ് പിണറായി വിജയൻ പെരുമാറിയത്. എന്തിന്? തൻ്റെ കൂടെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹയാത്രികരായിട്ടുള്ള ആളുകളോട്. ഇപ്പോൾ ഈ കേരള സദസ്സ്, മറ്റേ നവകേരള സദസ്സ് നടന്ന സമയത്ത് കേരള കോൺഗ്രസ് നേതാവിനോട് അദ്ദേഹം പെരുമാറിയ രീതി നമ്മുടെ കൺമുമ്പിലുണ്ട്. സ്വാഗത പ്രസംഗം നടത്തിയ കേരള കോൺഗ്രസ് നേതാവിനോട് അദ്ദേഹം പെരുമാറിയത് എങ്ങനെയാണ് എന്ന്, അദ്ദേഹം എന്ത് ഭാഷയാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏത് നിലയ്ക്കാണ് അദ്ദേഹത്തെ അപമാനിച്ചതെന്നറിയാം. എന്തിന്? പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് ഹൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ മൈക്കുകാരനെയും മൈക്കിനെയും അറസ്റ്റ് ചെയ്ത ഒരു ഭരണകൂടം. ഞാൻ പ്രത്യേകിച്ച് വിശദീകരിച്ച് ഓരോ സംഭവവും എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ കൺമുമ്പിലുണ്ട് ഏതൊക്കെയാണ് സംഭവങ്ങളെന്ന്. അപ്പൊ ആ നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ശ്രീ എം ടി വാസുദേവൻ നായർ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്, ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ എം ടി വാസുദേവൻ നായർ പറയാത്ത, അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലുള്ള പ്രസംഗങ്ങൾ നടത്താറില്ല. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തിയത്, അതും വിവാദമായി. പക്ഷെ നമ്മളാരും ചർച്ച ചെയ്തില്ല, അല്ലെങ്കിൽ പൊതുവെ മാധ്യമങ്ങൾ ആ പ്രസ്താവനയ്ക്ക് നേരെ കണ്ണടക്കുകയാണ് ചെയ്തത്. ആ പ്രസ്താവന എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഈ കുറച്ച് ആളുകൾ സ്വർഗത്തിൽ പോയാൽ ഹൂറികളെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിൽ കണ്ട ആളുകളെയൊക്കെ, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിൽ ഇല്ലാത്ത ആളുകളെ അവിശ്വാസികളെന്ന് മുദ്രകുത്തി അവരെയൊക്കെ കൊല്ലാനും തല്ലാനും നടക്കുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ പോയാൽ ബിരിയാണി കിട്ടും, മദ്യം കിട്ടും, സുഖസൗകര്യങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാള് ശ്രീ എം ടി വാസുദേവൻ നായരാണ്. അപ്പൊ അപൂർവ അവസരങ്ങളിലെ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറുള്ളൂ. ഇപ്പൊ അദ്ദേഹം നടത്തിയ പ്രസ്താവന വളരെ കൃത്യമാണ്. ഇത് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ ആ ഏകാധിപത്യപരമായ, സമഗ്രാധിപത്യത്തിൽ അധിഷ്ഠിതമായ, അസഹിഷ്ണുത നിറഞ്ഞ, ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. ഒരു കാര്യം കൂടി ഞാൻ അനിൽകുമാർ സൂചിപ്പിക്കാം. അദ്ദേഹം പിണറായി വിജയനെ എം ശങ്കരൻ നമ്പൂതിരിപ്പാടുമായിട്ടാണ് താരതമ്യം ചെയ്തത്. EMSനെ താരതമ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്വയം പുകഴ്ത്തുന്നതിനും സ്തുതിപാഠകരെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടത്തിയത്. ഇപ്പൊ പിണറായി വിജയൻ അല്ല, പാർട്ടിയല്ല എന്നൊക്കെ പറയും. നമുക്കെല്ലാവർക്കും അറിയാം, മണ്ണിൽ കുരുത്ത എന്താണ് സൂര്യനാണ്, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, പിന്നെ തീയിൽ കുരുത്ത കുതിരയാണ്. എന്തൊക്കെയാണ് ഇനി പറയാനുള്ളത്? എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ സ്തുതിപാഠകന്മാർ, പുകഴ്ത്തുപാട്ടുകാർ, ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചുറ്റും. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ശ്രീ എം ടി വാസുദേവൻ നായർ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞത്. അക്കാര്യത്തിൽ മാത്രമാണ് സത്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം എം ടിയോടുള്ളത്. യഥാർത്ഥത്തിൽ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും പിണറായി വിജയൻ, സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ അച്ഛന്റെ പേര് നന്നാക്കുന്ന മകൻ എന്ന്. അച്ഛന്റെ പേരെങ്ങനെയാണ് മകൻ നന്നാക്കുന്നത്? ആ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു കടത്തുകാരൻ, അച്ഛൻ കടത്തുകാരനാണ്. അച്ഛൻ കടത്തുമ്പോൾ ഈ പുഴയുടെ ഒരു 10 വാര അകലത്തിൽ നിർത്തും. 10 വാര അകലത്തിൽ വഞ്ചി നിർത്തിയിട്ട് അവിടെ ഇറങ്ങിക്കൊള്ളാൻ പറയും. അപ്പൊ അവിടെ മിക്കവാറും മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും ഈ യാത്രക്കാർക്ക്. അപ്പോൾ കടത്തുവഞ്ചിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മുഴുവൻ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കും. അപ്പൊ അന്ന് യാത്രക്കാർ പറഞ്ഞു, ഇയാള് എന്തൊരു കഷ്ടമാണ്, ദുഷ്ടനാണ്, ഈ മുട്ടോളം വെള്ളത്തിൽ ഇറക്കി ഞങ്ങളെ നടത്തുകയാണ് എന്നൊക്കെ. അങ്ങനെയാണ് വിമോചന സമരം ഉണ്ടായത്. ഏത് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ഒരു വിമോചന സമരം ഉണ്ടായി. ഇവിടെ എം ടി മറന്നു പോവുകയോ അല്ലെങ്കിൽ ഈ പിണറായി ഈ അച്ഛന്റെ പേര് നന്നാക്കുന്ന രീതിയിൽ വിമോചന സമരം ഉണ്ടായി. ആദ്യത്തെ തൊഴിലാളികൾ ചന്ദനത്തോപ്പ് വെടിവെപ്പ് ഉണ്ടായി.
ഗ്ലോറിയെ ഗർഭിണിയെ വെടിവെച്ച് പോകുന്ന സംഭവം ഉണ്ടായി. ഇതെല്ലാം നമ്പൂതിരിപ്പാടിന്റെ കാലത്തുണ്ടായതാ. അതും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിന് കീഴിൽ ജനങ്ങൾ സഖികെട്ട് നടത്തിയ വിമോചന സമരമായിരുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അച്ഛന്റെ പേരെങ്ങനെ നന്നാക്കിയത്? ഇപ്പൊ പിണറായി വിജയൻ എന്താ ചെയ്യുന്ന അറിയാമോ? ഈ കടത്ത് കിടക്കുന്ന അച്ഛൻ മരിച്ചു, മകൻ പിന്നെ കടത്ത് കിടക്കാൻ തുടങ്ങി. മകൻ കടത്ത് വഞ്ചി തുഴയാൻ തുടങ്ങി. മകൻ ഇപ്പൊ ഇറക്കുന്നത് ആളുകളെ പുഴയുടെ നടുക്കിറക്കി വിടുകയാണ് ജനങ്ങളെ. ഇപ്പൊ ജനങ്ങൾ പറയുന്നത് അച്ഛൻ എത്രയോ ഭേദമായിരുന്നു എന്നാണ്. എം.ടി. വാസുദേവൻ നായർ സത്യത്തിൽ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കടത്തുവഞ്ചിക്കാരന്റെ ഉദാഹരണത്തിലൂടെയാണ്. മകൻ ജനങ്ങളെ പുഴയുടെ നടുക്കിറക്കി വിടുകയാണ്, അവരെ കൊല്ലാൻ വിടുകയാണ്, അവരെ മുങ്ങിച്ചാകാൻ വിടുകയാണ്, അവരെ ശ്വാസം മുട്ടി കൊല്ലാൻ വിടുകയാണ്. അപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങി ഇതാ അച്ഛൻ എത്രയോ മിടുക്കനാണ്, നല്ലവനായിരുന്നു എന്ന്. അത്ര നല്ല അങ്ങനെ ഒരു കമ്പാരിസൺ മാത്രമേ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും പിണറായി വിജയനും തമ്മിൽ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. എന്റെ അഭിപ്രായമാണത്. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഇതിനകത്ത് ഉണ്ടായേക്കാം. അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, എനിക്ക് വിഷമമില്ല കാര്യത്തിൽ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ കരണത്തേറ്റ അടിയാണ്. ലെവലേശമുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. 70-75 വയസ്സങ്ങണ്ടായി പിണറായി വിജയന്. അദ്ദേഹം നല്ല കാലത്ത് നന്നായിട്ടില്ല, ഇനിയാണ് നന്നാവാൻ പോകുന്നത്. ഉള്ള കാലത്ത് അദ്ദേഹം കൊലപാതകവും പിടിച്ചു മറ്റേ തല്ലിപ്പൊളിയായിട്ടൊക്കെ നടന്നയാളാണ്. ഇനി ഇക്കാലത്ത് പാണ്ഡ്യാല ഷാജി നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ ബുദ്ധിക്കാണ് തകരാറ്. അദ്ദേഹം നന്നാവുന്ന പ്രശ്നം ഇല്ല, അദ്ദേഹം നന്നാവും എന്ന് ജനങ്ങളും പ്രതീക്ഷിക്കുന്നില്ല, അവരുടെ പാർട്ടി പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സങ്കല്പമൊന്നും വേണ്ട. നമുക്ക് എം.ടി. വാസുദേവൻ നായർ നടത്തിയ പ്രസ്താവന കാലിക പ്രസക്തമാണ്. ഓക്കെ. അപ്പൊ കാലികമായി വളരെ പ്രസക്തമായ ഒരു അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഈ പ്രായത്തിൽ എം.ടി. വാസുദേവൻ നായർ നടത്തിയത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു, എം.ടിയെ പോലുള്ള ഒരു എഴുത്തുകാരൻ ഇങ്ങനെ വിമർശിക്കാൻ നിർബന്ധിതനായി, നോക്കൂ അദ്ദേഹത്തിൻ്റെ ഒരു ദുരവസ്ഥ ഒന്ന് നോക്കിയേ. ഈ എം.ടി പറഞ്ഞതിനോട് എന്തെങ്കിലും വിയോജിപ്പ് താങ്കൾക്ക് ഉണ്ടോ? ഞാൻ ചർച്ച നയിക്കുന്നത് അനിൽ നമ്പ്യാരാണെന്നാണ് ധരിച്ചിരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന അനിൽ നമ്പ്യാരല്ല ഈ ചർച്ച നയിക്കുന്നത് എന്നെനിക്ക് ഒരു തരത്തിൽ ബോധ്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ബാധ്യതപ്പെടുകയോ ചെയ്യുകയാണ്. ഒന്നാമത് ഇപ്പോൾ നടന്നിരിക്കുന്നതൊന്നും ചർച്ചയല്ല. സാധാരണഗതിയിൽ ഒരു ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ താങ്കൾ എന്നെ വിളിച്ചത് രണ്ടുപേരുടെ പ്രസംഗം കേൾക്കാൻ വിളിച്ചു, അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ശ്രീ നമ്പ്യാരുടെ ചോദ്യത്തിനോട് മറുപടി പറയാം. എം.ടി. വാസുദേവൻ നായർ പറഞ്ഞതിൽ ഒന്നിനോടും ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് വിയോജിക്കാൻ സാധ്യതയുള്ള അത് ആർ.വി. ബാബു പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് അദ്ദേഹത്തിന് വിയോജിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും പ്രയാസമില്ലാത്ത. പക്ഷേ ഈ ഒരു വസ്തുത ഈ സ്റ്റേജിൽ വെച്ച് ശ്രീ എം.ടി. വാസുദേവൻ നായർ എന്ന് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന വാസുദേവൻ നായർ ഈ കേരളത്തിൻ്റെ മുത്ത് തന്നെയാണ്. അത് നമുക്കൊരു വൈശിഷ്ട്യമായി അതെടുത്ത് സൂക്ഷിക്കാവുന്ന ഒരു സാധനം എന്ന നിലയിലാണ് എം.ടിയെ കേരളീയർ ആദരിക്കുന്നത്. അദ്ദേഹം സാധാരണഗതിയിൽ അങ്ങനെയൊന്നും പറയാത്ത ഒരാളെന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തെ നമുക്ക് വിവക്ഷിക്കാം. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശ്രീ ആർ.വി. ബാബു പറഞ്ഞതുപോലെ തന്നെ അത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ്. അവിടെ ശ്രീ പിണറായി വിജയൻ സ്റ്റേജിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് വിവക്ഷിക്കുന്ന മാധ്യമ സൃഷ്ടിയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ആ സ്റ്റേജിൽ ഞാനാണ് അവിടെ ഇരുന്നതെങ്കിൽ പി.എം. സുരേഷ് ബാബുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെ മുമ്പിലോ വസ്തുതകളുടെ മുമ്പിലോ ഉള്ള യാഥാർത്ഥ്യം എഴുതി തയ്യാറാക്കി വന്നു എന്നാണ്. ഇന്നെന്താ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുണ്ടായ ഒരു കാരണമെന്ന് ഞാനിങ്ങനെ വളരെ കൂടുതൽ ആലോചിച്ച് നോക്കിയപ്പോൾ
രാജസ്ഥാനിലെ ഒരു മന്ത്രി ഇവിടെ ഒരു പ്രസ്താവന ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം രാജ്യത്തെ ആരോടാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകട്ടെ, നിങ്ങൾ കൂടുതൽ കുട്ടികളുടെ മാതാവോ പിതാവോ ആവട്ടെ, കൂടുതൽ ജനങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും മോദി വീട് വെച്ച് നൽകും, എല്ലാവർക്കും മോദി തൊഴിൽ നൽകും, ഈ രാജ്യത്തിന് ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി എന്ന് രാജസ്ഥാനിലെ ഒരു മന്ത്രി പറഞ്ഞതായി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുകൂടി മനസ്സിൽ വെച്ചിട്ടുകൊണ്ടാണോ ശ്രീ MT വാസുദേവൻ നായർ പാർലമെന്റിനെയും കൂടി തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിന് പിണറായി വിജയൻ ഇന്ന് വരെ അങ്ങനെയാണെങ്കിൽ EMS കാലഘട്ടവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനത്തിലേക്ക് MT പോയത് എന്തുകൊണ്ടായിരിക്കും? ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ താങ്കൾ ദേശീയ തലത്തിൽ അങ്ങനെ വിശാലമായി കാണേണ്ട ആവശ്യമില്ല. ആഗോളതലത്തിൽ വിശാലമായി കാണേണ്ട ആവശ്യമില്ല. നോക്കൂ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം ഈ EMS കാലഘട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതിലുള്ള ഒരു വിയോജിപ്പ് ആണ് നേരത്തെ RV ബാബു ഇവിടെ പ്രകടിപ്പിച്ചത്. EMS അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി, അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് അദ്ദേഹം കരുതിയില്ല. അതാണ് EMS മഹാനായ നേതാവ് ആക്കിയത്. അങ്ങനെ ഒരു പരാമർശം MTയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല അദ്ദേഹം തന്നെ പറയുകയാണ്, നേതാവ് നിമിത്തമല്ല, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ തിരിച്ചറിയണം. പിന്നെ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു. ഇതെല്ലാം കേരളീയ പരിസരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതുണ്ടോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു? അങ്ങനെ ഒരു വിശാല കാഴ്ചപ്പാട് വേണോ ഇവിടെ? ഇപ്പം ഞാൻ കൂടുതൽ കൺഫേംഡായി, ഞാൻ കൂടുതൽ വിശ്വസ്തനായി. അനിൽ നമ്പ്യാർ അല്ല ഈ ചർച്ച നയിക്കുന്നത് എന്ന് ഞാൻ കൂടുതൽ വിശ്വസിക്കുകയാണ്. അങ്ങ് നേരത്തെ ഞാൻ അറിയുന്ന അങ്ങാണെങ്കിൽ അങ്ങ് ഒരു തരത്തിലും എന്നോട് ഇടപെടാറില്ല, ഇടപെടുന്ന വ്യസ്തതകളും ഇല്ല. അപ്പോ ഇപ്പോഴേ ഞാൻ ഈ 15-20 മിനിറ്റുകൾ തൊട്ട് മുമ്പ് സംസാരിച്ചവർ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന അങ്ങക്ക് ഞാൻ എൻ്റെതായ സമീപനത്തിലൂടെ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ഇടപെട്ട് അതൊന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോകട്ടെ, അത് ഒരു അങ്ങക്കുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. പക്ഷേ ഒരു വസ്തുത ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കത് തോന്നുകയാണ്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ രണ്ടുപേരെയും ഉദ്ദേശിച്ചല്ല എന്നുള്ളത് വിവക്ഷിക്കാനാണ്, അല്ലെങ്കിൽ പിണറായിയെയോ മോദിയെയോ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അപകീർത്തിപ്പെടുത്താനായി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഒരു പൊതുതത്വം, രാജ്യത്തിൻ്റെ പൊതു നിലപാട്, പൊതുതത്വം ശ്രീ MT വാസുദേവൻ നായരുടെ വാക്കുകളിലൂടെ സാഹിത്യ സദസ്സിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ്റ്റേജിലിരിക്കുന്ന ആളെ വെച്ച് അവർ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമായി ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ്, യുക്തിസഹമാണ് എന്ന കാര്യത്തിലും എനിക്ക് സംശയങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച രണ്ടു പേരും സഭ്യമല്ലാത്ത പല ഭാഷകളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതിനോടൊന്നും ഞാൻ അത്തരത്തിൽ പ്രതികരിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതല്ല എൻ്റെ വിഷയം. പക്ഷേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ ആ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്, അത് സാക്ഷാൽ EMS ആണ് എന്ന് പറയുമ്പോൾ അത് ആർക്കും ബാധകമാവും. കർണാടകത്തിലെ മുഖ്യമന്ത്രിക്ക് ബാധകമാക്കാം, അത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ബാധകമാക്കാം, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ബാധകമാക്കാം. ഞാൻ അത് കുറച്ച് കാണുന്നേ ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പ്രത്യേകിച്ച് ബാധകമാക്കാം. അതിൽ ശരിയുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന പക്ഷം അത് അദ്ദേഹത്തിന് ബാധകമാക്കാവുന്നതാണ്. പക്ഷേ എവിടെയാണ് നമ്മൾ ഈ രാജ്യത്ത് പെട്ടെന്നൊരു പരാമർശം, ഒരു കേരളം വളരെ സമൂർത്തമായി ആദരിക്കുന്ന ജ്ഞാനപീഠം അവാർഡ്
നേടിയിട്ടുള്ള ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് എന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നോട് ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെ വിയോജിപ്പ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ കാര്യത്തിൽ ശ്രീ MT വാസുദേവൻ നായർ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ പരാമർശങ്ങളെയും EMSനെയും അനുകരിക്കാമെന്നുള്ള പരാമർശങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അംഗീകരിക്കുന്ന ഒരു ആളും കൂടിയാണ്. അത് ഏതെങ്കിലും ഒരു ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഒരു കൂട്ടരോട് മാത്രമായി അല്ലെങ്കിൽ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ ഞാനൊരു ന്യായീകരണം കാണുന്നില്ല. അതായിരിക്കണം നമ്മുടെ കേരളത്തിൻ്റെ അല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയ അധികാരികളുടെ ഭരണത്തിലിരിക്കുന്ന അധികാരികളുടെ സമീപനം എന്ന പൊതു തത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സാഹിത്യ സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നാണ് ഞാൻ വിവക്ഷിക്കുന്നത്. യെസ് എന്തായാലും MT പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നു. പക്ഷേ MT ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ താങ്കൾക്കൊരു വ്യക്തത ഇല്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീജിത്ത് പണിക്ക, ഇത് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് സാക്ഷാ പിണറായി പോലും മനസ്സിലാക്കി എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അവിടെയാണ് EP ജയരാജനെ പോലെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ പോലെയുള്ളവർ ഇത് പിണറായിയെ ഉദ്ദേശിച്ചതല്ല, ഇത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചു കൂടിയുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി നമ്മുടെ സച്ചിദാനന്ദനെയും അതുപോലെ മുകുന്ദനെയും പോലുള്ളവർ നമ്മുടെ ഭരണാധികാരി സ്വേച്ഛാധിപതി ആയാൽ പോലും മൗനം ഭജിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇടയ്ക്ക് സച്ചിദാനന്ദൻ ഒരു പരാമർശം നടത്തി, പിന്നെ അദ്ദേഹത്തിന് അത് പിൻവലിക്കുകയും വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ, ഗതികേട്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി പുരസ്കാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഇനി ലഭിക്കാൻ ഇല്ല. പക്ഷേ എങ്കിലും ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കൃത്യമായി, അതും ആരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, ആരെയാണോ വിമർശിക്കാൻ ഉദ്ദേശിച്ചത്, അയാളെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ അതിനെ ആ ഒരു മുഖവിലക്ക് തന്നെ എടുക്കേണ്ടതല്ലേ ശ്രീജിത്ത്? ശ്രീ അനിൽ നമ്പ്യാർ, ഈ ഒരു വിഷയത്തിനെ പറ്റി പ്രതികരിക്കുമ്പോൾ ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനെ റൂട്ട് മാറ്റി വിടുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ശ്രീ P ജയരാജന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചർച്ചയിലുള്ള ശ്രീ സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരെല്ലാവരും തന്നെ പറയുന്നത് ഇത് ഞങ്ങളുടെ നേതാവിനെ അല്ല, ഒന്നുകിൽ ഇത് ജനറയ്ക്കാണ്, അതല്ലെങ്കിൽ ഇത് മോദിക്കെതിരാണ്. മോദിക്കെതിരെ മാത്രമാണ് എന്ന് ശ്രീ സുരേഷ് ബാബു പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില പ്രസ്താവനകളും നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ MT വാസുദേവൻ നായർ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാര്യത്തിനെ പറ്റി അപ്പൊ അദ്ദേഹം ഇപ്പോഴാണ് പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അത് പറയാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കേരളത്തിൽ ഇന്ന് വാഴ്ത്തുപാട്ടുകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള സജീവമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ജനം TV ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലാം തന്നെ ഇതൊരു ചർച്ചാ വിഷയമാണ്. അപ്പൊ അങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലിപ്പോ ഈ ചില വീഡിയോ സോങ്ങുകൾ മാത്രമല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ, അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ തന്നെ അദ്ദേഹത്തെ വാരോളം പ്രകീർത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില അഡീഷണൽ പോർട്ട്ഫോളിയോ കൈവന്ന് ചേരുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ MT വാസുദേവൻ നായർ. അല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലായ്പ്പോഴും ഒരു പത്തായത്തിൽ അടച്ച് ഇരിക്കുന്ന ആളല്ല. ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ DC ബുക്സിന്റെ പരിപാടി കൊണ്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷണപത്രിക കൊടുക്കുന്ന സമയത്ത് പത്തായത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളല്ല അദ്ദേഹവും ഈ നാട്ടിലെ ഒരു പൗരനാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന താരതമ്യം എന്തിന്റെ പേരിലാണ്? 1957 രൂപീകരിച്ചിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ രൂപീകൃതമാകാനുണ്ടായിരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിനെ പിന്നീടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായിട്ട് അദ്ദേഹം പല നിലകളിൽ താരതമ്യം ചെയ്യുകയാണ്. അപ്പൊ അത് പറയുന്ന സമയത്ത് ശ്രീ സുരേഷ് ബാബു ഒക്കെ ഇത് എനിക്കറിയാവുന്ന അനിൽ നമ്പ്യാരല്ല, എനിക്കതിപ്പോ ഉറപ്പായിരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥലജല വിഭ്രാന്തി പോലും ആൾക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ശ്രീ MT വാസുദേവൻ നായരുടെ പ്രസ്താവനകൾ ആൾക്കാരെ പിടിച്ചുലച്ചു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1957 ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിക്കുന്നു. അങ്ങനെ രൂപീകരിക്കുന്ന സമയത്ത് എല്ലാ ലക്ഷ്യങ്ങളും നേടി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ ഉണ്ടായിരിക്കാം.
അപ്പോൾ നമ്മളൊരു സർക്കാർ ഒരു അധികാരത്തിലേക്ക് വന്ന് സർക്കാർ രൂപീകരിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ആരംഭമാണ് അന്നുണ്ടായത് എന്നുള്ള ഒരു തിരിച്ചറിവ് ശ്രീ EMS ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം മഹാനായി എന്ന് പറയുന്നുണ്ട്. ഇവിടെ താരതമ്യം നെഹ്റു സർക്കാരുമായിട്ടല്ല, ഇവിടെ താരതമ്യം മറ്റൊരു സർക്കാരുമായിട്ടല്ല, കേരളമാണ് അദ്ദേഹത്തിന്റെ കോണ്ടെക്സ്റ്റ്. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് കേരളമാണ്, അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് വിപ്ലവത്തിലൂടെ വന്നിരിക്കുന്ന സർക്കാരുകളെ കുറിച്ചാണ്. അദ്ദേഹം അതിന് താരതമ്യം ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ്. റഷ്യ പോലെയുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, അവിടെ നടന്നിരുന്ന വിപ്ലവങ്ങളെ കുറിച്ചാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു നേതാവ് സമാരാധ്യനാകുന്നത്, എന്തുകൊണ്ടാണ് ഒരു നേതാവ് മഹാനാകുന്നത് എന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നത് സർക്കാർ രൂപീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല. നേരെ മറിച്ച് സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ആരംഭം കുറിച്ചു എന്ന് മാത്രമാണ് ഒരു മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് എന്നാണ് EMSനെ പറ്റി അദ്ദേഹം പറയുന്നത്. ഒന്ന്. രണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ സമാനമായിട്ട് അദ്ദേഹം ഇപ്പൊ ആന്റൺ ചെക്കോവിന്റെ സ്റ്റേറ്റ്മെന്റുകളെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ഒരാളിന് കോംപ്ലസൻസി ഉണ്ടാകുന്നത്, നമ്മൾ അധികാരത്തിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള പേരെടുത്ത് കഴിയുമ്പോൾ ഒക്കെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ എങ്ങനെയാണ് ഒരു കോംപ്ലസൻസി വന്നതിന് ശേഷം അയാൾ പിന്നീട് തന്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്താണോ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അതിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ കുറയുന്നത് എന്നതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഒരു ആർക്കിടെക്ട് നല്ല രീതിയിലുള്ള കുറേയധികം കൺസ്ട്രക്ഷൻസ് നടത്തിയതിനു ശേഷം വളരെ ഉദാസീനനായിട്ട് മാറുന്നു. നല്ല രീതിയിലുള്ള ഒരു അഭിഭാഷകൻ ഒരു നല്ല കേസ് ജയിച്ചതിന് ശേഷം പിന്നീട് ഉദാസീനനായി മാറുന്നു. ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പേരെടുത്തിരിക്കുന്ന ഒരു ഡോക്ടർ പിന്നീട് സയൻസ് ജേണലുകളൊന്നും തന്നെ നോക്കുകയും ഒന്നുമില്ലാതെ അപ്ഡേറ്റഡ് അല്ലാതെ ഉദാസീനനായി മാറുന്നു. അതിൽ തന്നെ ഈ ചെക്കോവിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രസംഗം അദ്ദേഹം അവിടെ പറഞ്ഞില്ല എന്നതിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ശ്രീ MT വാസുദേവൻ നായരെ ആദരിക്കേണ്ടതാണ്. കാരണം അതിന് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്ഥിതി, അവരുടെ മനോനില, നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെടെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മനോനില. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മനോനില ഒരു നായയുടേതിന് തുല്യമാണ് എന്നാണ് ഈ ചെക്കോവിന്റെ ഒറിജിനൽ പ്രസ്താവനയിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള പട്ടികളെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ ആ പട്ടികൾ കരഞ്ഞുകൊണ്ട് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ഇതെല്ലാം അതിന്റെ കൂട്ടിലേക്ക് പോകും. നേരെ മറിച്ച് അത്തരത്തിലുള്ള ഈ പട്ടികളെ വിളിച്ച് നമ്മൾ താലോലിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ മലർന്നു കിടക്കുകയും മുകളിലോട്ട് അതിന്റെ കാലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ചതിന് ശേഷം വാലാട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഈ രീതിയെ പറ്റി പറയുന്നത്. അപ്പൊ അത് നായയുടെ രീതിയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അതെന്തായാലും ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞില്ല എന്നതിൽ ഒരു പക്ഷേ ഇടതുപക്ഷക്കാർക്ക് ആശ്വസിക്കാം. ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് ഇന്നേക്ക് വരുന്ന സമയത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താണ്, ഇന്നത്തെ വ്യത്യാസത്തിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. EMS സർക്കാരിന്റെ 1957 കാര്യത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അധികാരം എന്ന് പറയുന്നത് ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു അവസരം എന്നുള്ള പഴയ സിദ്ധാന്തത്തിനെ നമ്മൾ കുഴിച്ചു വെട്ടിമൂടി, അല്ലെ? അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിമർശനം വളരെ സ്പെസിഫിക് ആണ്. അതിന് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തുടർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ, നാട്ടുകാരെ ഒക്കെ തന്നെ ആരാധകരായിട്ടും പടയാളികളുമായിട്ട് ആൾക്കാർ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളെ ഒക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തെ ആരാധകരായിട്ടുള്ള, അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരാധകരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ വരദാനമാണ് എന്ന് പറയുന്ന ശ്രീ BN വാസവൻ ഒരുപക്ഷെ അതിലെ ആരാധകനായിരിക്കാം. വിമർശിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാം പോസ്റ്റ് ഇടുന്ന പോരാളി ഷാജി ഒരുപക്ഷെ പടയാളിയായിരിക്കാം. ഇതെല്ലാം കാണുന്ന ഒരു സമൂഹത്തിൽ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു പ്രതിനിധി കൂടിയാണ്, അല്ലാതെ ചന്ദ്രനിൽ നിന്ന് വന്ന ആളല്ല ശ്രീ MT വാസുദേവൻ നായർ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, EMSന്റെ മറ്റൊരു വലിയ ക്വാളിറ്റിയെ പറ്റി, തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അതിന് ഉദാഹരണ സഹിതം അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ പിന്നീട് ഉണ്ടായിരിക്കുന്ന ഒരു മഹാരഥനും അങ്ങനെ തെറ്റുപറ്റിയാൽ സമ്മതിക്കാനായിട്ടുള്ള ഒരു വിശാല മനസ്കത, ഹൃദയ വിശാലത ഇല്ല എന്നാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം, മറ്റുള്ള പാർട്ടികളെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത്, വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. നയിക്കാനായിട്ട് ചുരുക്കം ചില ആൾക്കാരും നയിക്കപ്പെടാനായിട്ട് അനേകം ആൾക്കാരുമുള്ള ഒരു പഴയ സങ്കല്പത്തിനെ ഉടച്ചു വാർക്കാൻ, അതിനെ മാറ്റിയെടുക്കാനാണ് EMS ശ്രമിച്ചത്. അപ്പൊ അന്ന് 1957 തന്നെ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിരുന്നതെങ്കിൽ അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? ഇന്ന് ആ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം ശ്രീ PM സുരേഷ് ബാബു അദ്ദേഹം പറയുന്നത്, നയിക്കാനായിട്ട് കുറച്ചു പേരും നയിക്കപ്പെടാനായിട്ട് കൂടുതൽ പേരും ഉണ്ടാകുന്ന സമയത്ത്, നയിക്കാനായിട്ട് കുറച്ചു പേരും നയിക്കപ്പെടാനായിട്ട് കൂടുതൽ പേരും എന്നുള്ള സങ്കല്പത്തിനെ മാറ്റിയിട്ട് നയിക്കുന്ന ആൾക്കാരുടെ എണ്ണം പോലെ തന്നെ നയിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കുറവ്, അതായത് എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന സങ്കല്പത്തിലേക്ക് തുല്യരാണ് എന്ന് വന്നാൽ ആചാരോപചാരമായിട്ടുള്ള നേതൃത്വ പൂജകൾ അന്ന് EMSന് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ആചാരോപചാരമായിട്ടുള്ള നേതൃത്വ പൂജകൾ എവിടെയാണ് നടക്കുന്നത്?
അതിപ്പോൾ നമ്മൾ എവിടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കാണാതെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ഒരു സർക്കാരിനെ പറയാൻ കഴിയുമോ? ശരിയാണ്, നമ്മളിതിനെ വൈഡായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കർണാടകത്തിലുള്ള സർക്കാരിനും നരേന്ദ്രമോദി സർക്കാരിനും ഒക്കെ ബാധകമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കോണ്ടെക്സ്റ്റ് ഏതാണ്? നേതൃത്വ പൂജകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അപ്പൊ അങ്ങനെ നേതൃത്വ പൂജയുമായി ബന്ധപ്പെട്ട് EMS നമ്മൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം മഹാനായി. തെറ്റുണ്ട് എങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മഹാനായി. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ മാത്രം എല്ലാവരെയും നയിക്കണം എന്നുള്ള ചിന്തയില്ലാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയെ മാറ്റിമറിക്കാൻ ശ്രമിച്ചതുകൊണ്ട്, ഉത്തരവാദിത്വ ബോധം കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വ പൂജയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നു. അതിനൊപ്പം അദ്ദേഹം ഒരു വിമർശനം പറയുന്നുണ്ട്. അങ്ങനെ ഉത്തരവാദിത്വ ബോധം നമുക്ക് വേണം എന്നതിനെ കൊണ്ട് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രത്യേക സർക്കാരുകൾ കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിലുള്ള ഓരോരോ പ്രവൃത്തിയിലുമുള്ള അദ്ദേഹത്തിന്റെ ഒരു താരതമ്യമാണ്. ആ താരതമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മൾ എന്താ കരുതുന്നത്? അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെയാണ് വിമർശിക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അതിന് മറച്ചു പറയണം എന്നാണ് പറയുന്നത്. കർണാടകത്തിലെ സർക്കാരിനെയാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് മറച്ചു പറയണം എന്നാണോ? അങ്ങനെയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് മുഴുവനും, ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനും കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം എങ്ങനെയാണ് മഹത്തരമാകുന്നത്, എങ്ങനെയാണത് വ്യത്യസ്തമാകുന്നത്, ഈ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതൊരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏത് അർത്ഥത്തിലാണെന്ന് അറിയുമോ? നമുക്ക് ഈ പറയുന്നത് പോലുള്ള ഉപജാപക വൃന്ദം ഉണ്ടാവുക, നമ്മളെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടാരം വിദൂഷകർക്ക് സമാനമായിട്ടുള്ള മന്ത്രിമാരുണ്ടാവുക, നമ്മളെ പ്രകീർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഈ കല്ല് കരട് കാഞ്ഞിരക്കുറ്റിയൊക്കെ തന്നെ കവിതകൾ എഴുതുക, വീഡിയോ ഉണ്ടാക്കുക, ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രകീർത്തിക്കുന്ന വാക്കുകളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരമോ ആശയപരമായിട്ട് ഘടനാപരമായിട്ട് ഇല്ലാത്ത പാർട്ടിയാണ് CPM എന്നുള്ളത് കൊണ്ടാണ് EMSുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ കമ്പയർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ നെഹ്റുവിനെ കമ്പയർ ചെയ്താൽ പോരെ. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് EMS എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അത് EMSനെ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് അദ്ദേഹം ആയതുകൊണ്ടല്ല. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുള്ള ഒരാൾ സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ മനുഷ്യ, നിങ്ങൾ അതല്ല ചെയ്യുന്നത്, നിങ്ങൾ ഇനിയും തിരുത്താനുണ്ട്, നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള ഉപജാപക വൃന്ദത്തിനിടയിലാണ്, നിങ്ങളെ പാടി പുകഴ്ത്തുന്ന ആൾക്കാർ അവിടെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമ്മളെന്താണ് ഈ ഭരണകർത്താക്കളായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന ഔദാര്യത്തിന്റെ കഷണങ്ങൾ, അത്തരത്തിലുള്ള ഔദാര്യത്തിന്റെ തുണ്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകീർത്തിച്ച് പറയുന്ന ആൾക്കാർക്ക് റിവാർഡ്. ഇപ്പൊ നമ്മൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി അനുകൂലിച്ചുകൊണ്ടോ പിണറായി വിജയൻ സൂര്യനാണ് എന്ന് പറയുന്ന ആൾക്കാർക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം, അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ആൾക്കാണെങ്കിൽ സാഹിത്യം, അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട ആൾക്കാണെങ്കിൽ ഒരു അഡീഷണൽ വകുപ്പ്, ഈ രീതിയിലത്തേക്കുള്ള ഈ നമ്മൾ ഈ പറയുന്ന അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഇവിടെ വീതം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണാത്ത ഒരാളാണ് ശ്രീ MD വാസുദേവൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദയായിരിക്കും. അദ്ദേഹവും നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളാണ്, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി ബോധമുള്ളയാളാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതെല്ലാം അദ്ദേഹം മനസ്സിലിട്ട് ചിന്തിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഭാവന എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയാം. അത്രത്തോളം ഭാവന സമ്പുഷ്ടമായിട്ടുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കാലാതിവർത്തികളായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതാനായിട്ടും കഥകളും സാഹിത്യവും ഒക്കെ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. അത് ഏത് സർക്കാരിന് ബാധകമാണ് എന്നുള്ളത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീ EP ജയരാജന്റെ ഒരു ഡിഫൻസ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർ, ഒന്ന് ആരാധകർ, രണ്ട് പോരാളികൾ. ഇവിടെ ആരാണ് പോരാളി? ഇപ്പൊ ഇത് വന്നിരിക്കുന്ന സമയത്ത് അതായത് മോദി സർക്കാരിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്തോ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് അയാൾ അവിടെ ഒരു പോരാളിയായി മാറുകയാണ്. ഇപ്പൊ ഈ സമയത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം പോരാളികളല്ലേ. ആരാധകർ കേരള CM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടാക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ എന്ന് പറയുന്നു, പിണറായി വിജയൻ സൂര്യനാണ്, അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരിഞ്ഞു പോകും എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു പ്രകീർത്തിക്കുന്ന വാക്യം പോലുമല്ല, നേരെ മറിച്ചത് ഒരു ഭീഷണിയാണ്. അതായത് അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ കരിഞ്ഞു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീഷണിയാണ്. അപ്പോൾ ആരൊക്കെയോ ആരാധകരായിട്ടുള്ള ആൾക്കാർ ഒരു പാട്ടുണ്ടാക്കുന്നു, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർ പോരാളിയായി മാറുന്നു. അതേപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള വ്യക്തിപൂജകളൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയിൽ P ജയരാജനോ VS അച്യുതാനന്ദനോ അത് ബാധകമാകാതിരുന്ന ഒരു സമയത്ത് ശ്രീ പിണറായി വിജയന് മാത്രം ബാധകമാകുന്ന സമയത്ത് അങ്ങനെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, അവർ ഇത്തരത്തിലുള്ള രചനകൾ നടത്താം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്
ലൈക്ക് ടു ലൈക്ക് കമ്പാരിസൺ എവിടെയാണ്? പി ജയരാജനെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി ഒരു 3-അംഗ കമ്മിറ്റിയെ വെച്ച് അത് അന്വേഷിച്ച് അതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് കണ്ടെത്തിയതിന് ശേഷവും അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവത്തെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഗാനം ഉണ്ടായിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ജാഗ്രത ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചതാണ്. ഇതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചതാണ്. ഇന്ന് അത് അന്വേഷിച്ചിട്ടുണ്ടോ? ശ്രീ ഇ പി ജയരാജൻ അതിനെപ്പറ്റി അന്വേഷിച്ചോ? ശ്രീ എം വി ഗോവിന്ദൻ അന്വേഷിച്ചോ? ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണോ ഇത്തരത്തിലുള്ള ഈ വാഴ്ത്തുപാട്ടുകൾ കൊണ്ടുവരുന്നത് എന്ന് അന്വേഷിച്ചോ? നമ്മളാരും കണ്ടില്ലല്ലോ. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഒരാളിന് ഒരു നീതി, മറ്റൊരാളിന് വേറൊരു നീതി. ഒരൊറ്റ പന്തിയിൽ തന്നെ 2 തരത്തിലുള്ള ഇലയിട്ട് വിളമ്പുക, 2 തരത്തിലുള്ള വിഭവങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അത് പറയാനായിട്ട് ഇവിടെ ഒരു നേതാവ് ഉണ്ടായി എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ നിങ്ങൾ കേട്ട് കണ്ണു തുറന്ന് കാത് തുറന്നത് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ മാറുകയില്ല. അപ്പൊ അങ്ങനെ മാറാതിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് തനിക്കുണ്ടായിരുന്ന തെറ്റിനെ പറ്റി അതിനെ അക്നോളജ് ചെയ്യുന്നതിനും അതിനെ തിരുത്തുന്നതിനും വേണ്ടിയിട്ടും ശ്രമിക്കുന്നത് EMS ആയിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് EMSന്റെ നടപടികളുമായിട്ടൊന്നും ആദ്യം പല വിഷയങ്ങളിലും യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അത് എപ്പോഴാണ് ആ രീതിയിൽ അദ്ദേഹത്തിനോട് ഒരു താല്പര്യം തോന്നിയത് എന്ന് വെച്ചാൽ തനിക്ക് പറ്റിയിരിക്കുന്നത് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പറയാനായിട്ടുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാർ ഇന്നില്ല എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയെ പറ്റിയാണ് അല്ലെങ്കിൽ സ്റ്റാലിനെ പറ്റിയാണ് എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള സങ്കല്പമാണ്. നമ്മൾ ഈ വിഷയത്തിനെ അക്നോളജ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നാണ് ശ്രീ അനിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.